ഡി എൻ എ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് സെമി കൺസർവേറ്റീവ് മോഡിലാണ് എന്നുള്ളത് ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത് ഇക്കോളയിലാണ്. ഇക്കോളയിലാണ് ആദ്യമായിട്ട് സെമി കൺസർവേറ്റീവ് മോഡിലാണ് ഡി എൻ എ റെപ്ലിക്കേറ്റ് ചെയ്തതെന്ന് മനസ്സിലായി. പിന്നീട് അതിനുശേഷം പ്ലാന്റ്സിലും ഹ്യൂമൻ സെൽസിലൊക്കെ ഡി എൻ എ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് സെമി കൺസർവേറ്റീവ് മെത്തേഡിൽ തന്നെയാണെന്ന് മനസ്സിലായി. സെമി കൺസർവേറ്റീവ് മോഡാണ് ഡി എൻ എയുടെ റെപ്ലിക്കേഷൻ നടക്കുന്നത്. അങ്ങനെയാണ് ഡി എൻ എ റെപ്ലിക്കേറ്റ് ഡി എൻ എയുടെ കോപ്പി ഉണ്ടാവുന്നത് എന്ന് എക്സ്പെരിമെൻ്റൽ പ്രൂഫ് ഉണ്ട്. ആ എക്സ്പെരിമെൻ്റൽ പ്രൂഫ് ഇവർ രണ്ടുപേരാണ്, മിസെൽസൺ ആൻഡ് സ്റ്റാൾ, മാത്യു മിസെൽസൺ ആൻഡ് ഫ്രാങ്ക്ലിൻ സ്റ്റാൾ. മാത്യു മിസെൽസൺ ആൻഡ് ഫ്രാങ്ക്ലിൻ സ്റ്റാൾ ഇവർ രണ്ടുപേരുമാണ് ഒരു എക്സ്പെരിമെൻ്റൽ പ്രൂഫ് കൊടുത്തത് എങ്ങനെയാണ് ഡി എൻ എ റെപ്ലിക്കേറ്റ് ചെയ്യുന്നതെന്ന്. ആ എക്സ്പെരിമെൻ്റ് ഇക്കോളയിലാണ് 1958 അവർ ചെയ്തത്. മാത്യു മിസെൽസൺ ആൻഡ് ഫ്രാങ്ക്ലിൻ സ്റ്റാൾ, അതിൻ്റെ രണ്ടാമത്തെ പേര് മാത്രം മിസെൽസൺ ആൻഡ് സ്റ്റാൾസ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. 1958 ഇക്കോളയിൽ ഡി എൻ എ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് സെമി കൺസർവേറ്റീവ് മെത്തേഡിലൂടെയാണെന്ന് പ്രൂവ് ചെയ്തു. ആ എക്സ്പെരിമെൻ്റൽ പ്രൂഫിന് വേണ്ടിയിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്തത് ഇക്കോളയിലാണ്. ഇങ്ങനെയായിരുന്നു എക്സ്പെരിമെൻ്റ്. അവർ കുറച്ച് ഇക്കോളയിലെ എഷെറീഷ്യ ഇക്കോളയിനെ അവരെന്ത് ചെയ്തു, ഒരു പെർട്ടിക്കുലർ മീഡിയയിൽ വളർത്തി. ആ മീഡിയയിൽ ഇതായിരുന്നു NH4Cl അമോണിയം ക്ലോറൈഡിൻ്റെ N15. N15 എന്ന് പറയുന്നത് ഒരു ഹെവി ഐസോട്ടോപ്പ് ഓഫ് നൈട്രജനാണ്. ഹെവി ഐസോട്ടോപ്പ് ഓഫ് നൈട്രജനുള്ള ആ NH4Cl അമോണിയം ക്ലോറൈഡിൻ്റെ മീഡിയയിൽ ഇക്കോളയിനെ അവർ ഗ്രൂ ചെയ്തു, വളർത്തിയെടുത്തു. ഇക്കോളയിനെ ആദ്യം ഹെവി ഐസോട്ടോപ്പായ N15 ഉള്ള നൈട്രജനുള്ള NH4Cl മീഡിയയിൽ അവർ വളർത്തിയെടുത്തു. അപ്പോൾ അവർക്ക് ആ ഇക്കോളൈ സെൽസിന് കിട്ടാൻ സാധ്യതയുള്ള നൈട്രജൻ തന്നെ അത് മാത്രമേ ഉള്ളൂ. ആ മീഡിയയിൽ മുഴുവൻ ഏതാണ്, ഈ ഹെവി ഐസോട്ടോപ്പ് ഓഫ് നൈട്രജനാണ്. അതായിരുന്നു ഓൺലി നൈട്രജൻ സോഴ്സ് ഫോർ മെനി ജനറേഷൻ. ഈ കോളയിനെ കുറച്ച് 1, 2, 3, 4, 5, 6, 7 കുറച്ച് ജനറേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ കോളയിനെ ഈ പറഞ്ഞ NH4Cl അമോണിയം ക്ലോറിൻ്റെ N15 ഹെവി ഐസോട്ടോപ്പുള്ള നൈട്രജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഐസോട്ടോപ്പുള്ള മീഡിയയിൽ ഈ കോളയിനെ കുറച്ച് ജനറേഷനിൽ അടുപ്പിച്ച് അവർ വളർത്തിയെടുത്തു. ആ ഒരു നൈട്രജൻ സോഴ്സ് മാത്രമേ അവർക്ക് ഒരുപാട് ജനറേഷനിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നുള്ളൂ ഈ കോളയ്ക്ക്. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുക, കുറച്ച് ജനറേഷൻ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി N15 ഈ ഹെവി ഐസോട്ടോപ്പായ N15 നൈട്രജൻ എന്നുള്ളത് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ന്യൂലി സിന്തസൈസ്ഡ് ഡി എൻ എ. ഈ കോളയുടെ ആ ഡി എൻ എയിൽ മുഴുവൻ എന്താണ്, ഇപ്പോൾ കുറച്ച് ജനറേഷൻ അടുപ്പിച്ച് ഈ N15 മീഡിയയിൽ വളർത്തിയത് കൊണ്ട്, ഹെവി ഐസോട്ടോപ്പിൻ്റെ നൈട്രജൻ മീഡിയയിൽ വളർത്തിയത് കൊണ്ട് നൈട്രജൻ ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂൻ്റ് ആണല്ലോ ഡി എൻ എയുടെ. ഈ കോളയുടെ പുതിയ സെല്ലുകളിലൊക്കെ എന്താണ്, N15 ഇൻകോർപ്പറേറ്റഡ് ആയി. ഇപ്പോൾ ഉള്ള ഈ കോളയുടെ ഡി എൻ എ എങ്ങനെയായിരിക്കും, അപ്പോൾ N15 ആയിട്ടുള്ള ഡി എൻ എ. ഈ കോളയുടെ ഡി എൻ എ ഇപ്പോൾ ആ മീഡിയയിൽ വളർന്നുകൊണ്ട് ആ മീഡിയയിൽ നിന്നുള്ള നൈട്രജൻ സോഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ട് ഈ കോളയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഈ കോളയുടെ ഇപ്പോൾ ഉള്ള ഡി എൻ എയിൽ മുഴുവൻ N15 ആയിരുന്നു. അതാണ് N15 ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ന്യൂലി സിന്തസൈസ്ഡ് ഡി എൻ എ ആരുടെ, ഈ കോളയുടെ. നമുക്ക് എങ്ങനെയാണ് ഈ N15 അതുപോലെ നോർമൽ ഡി എൻ എനും അല്ലെങ്കിൽ നോർമൽ നൈട്രജൻ സോഴ്സിനെയും മനസ്സിലാവുക? അതാണ് പറയുന്നത് N15 ഹെവി ഡി എൻ എ മോളിക്യൂളാണ്. N15 എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്ടിവിറ്റി ഒന്നുമല്ല, സാധാരണ ഒരു ഐസോട്ടോപ്പിൽ ഹെവി ബാൻഡാണ് പറയുന്നത്. ഡെൻസിറ്റി അനുസരിച്ചിട്ടാണ് N15 N14. N14 എന്ന് പറയുന്നത് നോർമലും N15 എന്ന് പറയുന്നത് ഹെവി ഐസോട്ടോപ്പ് നൈട്രജനാണ്. ബട്ട് ഇതൊരു ഒരിക്കലും ഒരു റേഡിയോ ആക്റ്റീവായിട്ടുള്ള ഒരു ഇതല്ല. N15 ഹെവി ഡി എൻ എ മോളിക്യൂളിനെ നമുക്ക് ഒരു നോർമൽ ഡി എൻ എ ആണ് ഞാൻ പറഞ്ഞ N14. ഈ പറഞ്ഞ NH4 അമോണിയം ക്ലോറിൻ്റെ ഇവിടെ N15 പകരം N14 ആയിരിക്കും. ഒരു ഹെവി ഡി എൻ എ മോളിക്യൂൾ N15 നിന്നും നമ്മുടെ നോർമൽ ഡി എൻ എനെ നമ്മൾ എങ്ങനെയാണ് ഡിസ്റ്റിങ്ഷൻ, അവരെ തമ്മിൽ തിരിച്ചറിയാനായിട്ടുള്ള മാർഗ്ഗമാണ് സെൻട്രിഫ്യൂഗേഷൻ. N15 N14 തിരിച്ചറിയണമെങ്കിൽ സെൻട്രിഫ്യൂഗേഷൻ നടത്തും. ആ സെൻട്രിഫ്യൂഗേഷൻ നടത്തുന്നത് സ്പെഷ്യലായിട്ട് സീഷ്യം ക്ലോറൈഡ് CSCl സീഷ്യം ക്ലോറൈഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ്. ഈ സീഷ്യം ക്ലോറൈഡ് ഡെൻസിറ്റി ഗ്രേഡിയൻറ്റിൽ വെച്ചിട്ട് സെൻട്രിഫ്യൂഗേഷൻ നടത്തുമ്പോൾ N15 N14 രണ്ട് ഡിഫറെൻ്റ് ഇതായിട്ട് നിൽക്കും. N15 ഹെവി, N14 നോർമലായിട്ട് നിൽക്കും. ഈ പറഞ്ഞ ഈ കോളയിനെ
N15 ആയിട്ടുള്ള ഹെവി ഐസോട്ടോപ്പ് നൈട്രജനുള്ള മീഡിയയിൽ വളർത്തിയപ്പോൾ കുറേ ജനറേഷൻ കഴിഞ്ഞപ്പോൾ ഈ കൊളയിലെ പുതിയ സിന്തസൈസർ DNA-യിലേക്കൊക്കെ എന്താണ് N15 ആണ് ഇൻകോപ്പറേറ്റ് ചെയ്തെടുത്തത്. സോ ഇപ്പോൾ ഉള്ള ഈ കൊളയുടെ DNA-യിൽ മുഴുവൻ N15 ആണ്, ഹെവി ഐസോട്ടോപ്പ് നൈട്രജൻ ആണ് ഉള്ളത്. ആ വളർന്ന ഇതിനെയും നോർമലി നമുക്ക് തിരിച്ചറിയാൻ നമ്മൾ ചെയ്യുന്നത് സീഷ്യം ക്ലോറൈഡിലുള്ള ഡെൻസിറ്റി ഗ്രേഡിയനുള്ള സെൻട്രിഫ്യൂഗേഷൻ വഴി N15 N14 നമുക്ക് രണ്ട് ഇതായിട്ട് തിരിച്ചറിയാൻ പറ്റും. സോ അങ്ങനെ വളർന്ന ആ ഈ കൊളൈനെ നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ടു N15 ഇൻകോപ്പറേറ്റ് ചെയ്ത ഈ കൊളൈ DNA ഉള്ള ഈ കൊളൈ സെൽസിനെ ട്രാൻസ്ഫേർഡ് സെൽസ് ടു എ മീഡിയം N14 NH4 നോർമൽ നൈട്രജൻ കണ്ടെയ്നിങ് ഉള്ള ഒരു മീഡിയയിലേക്ക് മാറ്റുന്നു. സോ ഇത്ര നേരം മെനി ജനറേഷനിൽ N15 ഇൻകോപ്പറേറ്റ് ചെയ്ത് ഈ കൊളയുടെ DNA-യിൽ ഉണ്ടായിരുന്നു. ആ ഈ കൊളയുടെ DNA-നെ ആ ഈ കൊളൈ സെൽസിനെ നോർമൽ ഒരു നൈട്രജൻ കണ്ടെയ്നിങ് മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, NH4Cl. N14 എന്നുള്ളത് നോർമൽ നൈട്രജൻ കണ്ടെയ്നിങ് ആണ്. സോ അത് കഴിഞ്ഞിട്ട് ഇവരെ അങ്ങനെ ഗ്രൂ ചെയ്യാൻ അനുവദിക്കുന്നു. സോ ആദ്യം കുറച്ച് ജനറേഷനിൽ N15 വളർത്തുന്നു, അതിനുശേഷം അതിനെ ഡെൻസിറ്റി അനുസരിച്ച് തിരിച്ചറിയാൻ പറ്റിയതിന് ശേഷം അതിനെ N14 നോർമലിൽ വളർത്തുന്നു. അതിന് ഇടയിലായിട്ട് നമ്മൾ ഈ സാമ്പിൾസിനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നു. സോ ഈ പറഞ്ഞ ജനറേഷൻ വളരാൻ അനുവദിക്കും തോറും ആ DNA-യുടെ ഈ കൊളൈ സെൽസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അത് ഒരുപാട് കോപ്പി ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ DNA-യുടെ കോപ്പിയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സോ ഡബിൾ സ്റ്റാൻഡേർഡ് DNA-യുടെ കോപ്പിയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ടുക്ക് സാമ്പിൾസ് അറ്റ് വേരിയസ് ടൈം ഇൻ്റർവെൽ, 20 മിനിറ്റ്, 40 മിനിറ്റ്, 80 മിനിറ്റ്, അങ്ങനെ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ടൈം ഇൻ്റർവെല്ലിൽ നമ്മൾ ഈ കൊളൈ സെൽസിൻ്റെ സാമ്പിൾസ് എടുത്ത് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ, സീഷ്യം ക്ലോറൈഡ് ഡെൻസിറ്റി ഗ്രേഡിയൻറ്റിൽ സെൻട്രിഫ്യൂഗേഷൻ ടെസ്റ്റ് നടത്തുന്നു. അപ്പോൾ ടു മെഷർ ദ ഡെൻസിറ്റീസ് ഓഫ് DNA-യുടെ N15 ആണോ N14 ആണോ അതോ അതിൻ്റെ കമ്പൈൻഡ് ഫോം ആണോ കിട്ടണേന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ടെസ്റ്റ് ആ സാമ്പിൾസ് എടുത്ത് ചെക്ക് ചെയ്യുന്നു.